പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ശബരിമല സന്നിധാനത്തെത്തും. ശാസ്ത്രീയ പരിശോധനയ്ക്കായി സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കും. 2 ദിവസത്തിൽ കൂടുതൽ പരിശോധന നീണ്ടേക്കാം. ഷിജോ കുരുവിരുങ്ങമ്മ ചേരുന്നു. ഷിജോ, VSSയിലേക്ക് അതിന് സാമ്പിൾ അയക്കുകയും 2.5 മാസത്തോളം എടുത്തു അതിന്റെ പരിശോധനാ ഫലം കിട്ടാൻ. വീണ്ടും പാളിയെടുക്കുന്നു, അത് മുംബൈക്ക് അയക്കാൻ പോവുകയാണ്. അത് ഇനി എന്ന് അതിന്റെ പരിശോധനാ ഫലം എത്ര മാസങ്ങൾ എന്ന കാര്യം അറിയില്ല. കാര്യം കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ ആ പരിശോധനാ ഫലം കൂടി കിട്ടണം. അപ്പോൾ SIT എപ്പോഴാണ് സന്നിധാനത്തേക്ക് എത്തുക, ഷിജോ? ഹാഷ്മി, ശബരിമല സന്നിധാനത്ത് SITയുടെ ഒരു 2ാം ഘട്ട പരിശോധനയാണ് ഇന്ന് നടക്കുക. കഴിഞ്ഞ മണ്ഡലകാലം അവസാനിക്കുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ SIT സംഘം സന്നിധാനത്ത് വന്ന് ഒരു പ്രാഥമികമായിട്ടുള്ള പരിശോധന പൂർത്തിയാക്കുകയും സ്ട്രോങ് റൂമിലടക്കം ഒരു വിശദമായിട്ടുള്ള പരിശോധനകൾ പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഒരു ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി SIT സംഘം സന്നിധാനത്തേക്ക് വരും. 2 ദിവസം സന്നിധാനത്ത് പരിശോധനയുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്കാണ് SIT കടക്കുന്നത്. കാരണം ഈ പരിശോധനയിൽ നിന്ന് വേണം ഈ കുറ്റപത്രം അടക്കം സമർപ്പിക്കുന്ന കാര്യങ്ങളിലേക്കുള്ള വിവരങ്ങൾ കണ്ടെത്താനായിട്ട്. നമുക്കറിയാം, ശബരിമല സന്നിധാനത്ത് നിലവിൽ ഏതാണ്ട് 1900 കിലോ ചെമ്പും അതുപോലെ തന്നെ 30.329 കിലോ സ്വർണവുമാണ് ശബരിമല സന്നിധാനത്തിന്റെ വിവിധ ഇടങ്ങളിലായിട്ട് പൂശിയിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെ രീതിയിൽ സ്വർണത്തിന്റെ അളവിൽ കുറവ് വന്നിട്ടുണ്ട്, അത് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയിലൂടെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു 2 ദിവസത്തെ പരിശോധനയിലൂടെ SIT ഉദ്ദേശിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ലീഗൽ മെട്രോളജി വിഭാഗത്തിന്റെ ഗോൾഡ് അസസ്മെന്റ് നടത്തുന്ന, അതായത് ലീഗൽ മെട്രോളജി വിഭാഗത്തിൽ നിന്ന് ഈ സ്വർണത്തിന്റെ കൃത്യമായിട്ടുള്ള അളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥരടക്കം ഇത്തവണ സന്നിധാനത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. SIT സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാസ്ത്രീയ പരിശോധന നടത്തേണ്ട ഉദ്യോഗസ്ഥർ കൂടി ഇവിടേക്ക് വരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിന്റെ ശാസ്ത്രീയ പരിശോധന. നമുക്കറിയാം, VSSയിൽ പരിശോധന നടത്തിയപ്പോൾ പോലും ഇതിനകത്ത് സ്വർണത്തിന്റെ അളവിൽ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ മൊഴികളിലടക്കം വൈരുദ്ധ്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ പുറത്തു വന്നാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്കുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്താനായിട്ട് ഇവിടുന്ന് ഇപ്പോൾ ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളിലുമുള്ള, അതായത് ശ്രീകോവിലിന് സമീപത്തുള്ള സ്വർണ്ണപ്പാളികൾ, ഈ പറയുന്ന തൂണുകളിലുള്ളത്, അതുപോലെ മറ്റ് വിവിധ ഇടങ്ങളിൽ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയൊക്കെ സ്വർണം സ്ഥാപിച്ചിട്ടുണ്ടോ ആ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ സ്വർണവും അതിന്റെ സാമ്പിളുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് നിലവിലത്തെ പരിശോധന കൊണ്ട് SIT ഉദ്ദേശിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി SIT സംഘം പമ്പയിലെത്തി അവിടെ ഒരു അവലോകന യോഗമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ അവലോകന യോഗത്തിന് ശേഷം വൈകിട്ടോടുകൂടിയായിരിക്കും SIT സംഘം സന്നിധാനത്തേക്ക് മല കയറുക. അതിനുശേഷം നാളെയും മറ്റന്നാളുമായിട്ട് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കും. അതിനുശേഷം മറ്റന്നാൾ വൈകിട്ടോടുകൂടി സന്നിധാനത്ത് നിന്ന് SIT സംഘം മലയിറങ്ങും എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും കുംഭമാസ പൂജകൾക്കായിട്ട് ശബരിമല നട വൈകിട്ട് 5 മണിയോടുകൂടി തുറക്കുകയും ചെയ്യും. ഹാഷ്മി, അപ്പോൾ അതിൽ കൂടുതൽ വളരെ വിശദമായ ശാസ്ത്രീയ പരിശോധന ഏതൊക്കെയാണ് ടെക്നിക്കലി ശാസ്ത്രീയ പരിശോധന എന്ന കാര്യം ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ അടക്കം അത് പറയുന്നുണ്ട്. കാര്യം ഇപ്പോഴും ഈ ദ്വാരപാലക പാളികളിൽ നിന്നും സ്വർണം ഇളക്കിയെടുത്ത് ഉരുക്കി വിറ്റതാണോ അതോ ദ്വാരപാലക പാളികളെ അപ്പാടെ മറിച്ച് കടത്തിയോ എന്ന സംശയം ഇപ്പോഴും നിൽക്കുന്നു. അത് ദൂരീകരിക്കാനാണ് പരിശോധന. അപ്പോൾ അതിൻ്റെ ഈ കാലപ്പഴക്ക നിർണ്ണയത്തിനടക്കം സ്പെക്ട്രോസ്കോപ്പിയോ കുറേ അധികം നമ്മളെ ഒരു 1, 2, 3, 4 എന്നിങ്ങനെ എണ്ണി ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ ആ പരിശോധനകൾ പറയുന്നുണ്ട്. സമയമെടുക്കുന്നതാണ്. കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുപക്ഷെ അത്രത്തോളം വൈകുകയും ചെയ്തേക്കാം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.